ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിതാ മറ്റൊരു വിഭവമായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി മീൻ കറിയാണ്. അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് തക്കാളി, പച്ചമുളക്, സവാള, കറിവേപ്പില, അതുപോലെ തന്നെ തേങ്ങയുണ്ട്, ഒരു അരമുറി തേങ്ങ, പിന്നെ നമ്മുടെ പുളി, സാദാ വാളംപുളി. ഇനി നമുക്കിതൊക്കെ തയ്യാറാക്കാനായിട്ട് ഞാനൊരു മീൻ ചട്ടി എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ മീൻ ചട്ടിയിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കണ പച്ചമുളകും തക്കാളിയും സവാളയും എല്ലാം കൂടി അതിലേക്കിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അതും ചതച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച കറിവേപ്പില അതും കൂടി ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതൊക്കെ ആവശ്യത്തിന് നമുക്കറിയാലോ. ഒരു പാചകം ചെയ്യുമ്പോൾ ഒരു കറിയിലേക്ക് എന്തോരം വേണമെന്ന് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളാണല്ലോ നിങ്ങൾ എടുക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ളത് അതിലേക്ക് ഇടുക. അതിന് ശേഷം നമുക്ക് മെയിനായിട്ടുള്ള അതാണ് ഉപ്പ്. അതും നമ്മുടെ പാകത്തിന് നമ്മൾ ഉപ്പ് അതിലേക്ക് ഇടുക. അപ്പോൾ അതേ ഉപ്പ് ഞാൻ എൻ്റെ ഒരു അളവിനനുസരിച്ച് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പിട്ടതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുകയാണ്. ഞാൻ എൻ്റെ കൈ വെച്ച് തന്നെയാണ്. അപ്പോഴല്ലേ നമുക്ക് അതിൻ്റെ എല്ലാ ഇതും കൂടിയിട്ട് അതിൽ മിക്സ് ആവുള്ളൂ, ഒരു രുചിയൊക്കെ കിട്ടാനായിട്ട്. സാധാരണ എല്ലാവരും ചിലപ്പോൾ വഴറ്റിയിട്ടൊക്കെ ഉണ്ടാക്കുക. എൻ്റെ മീനില്ലാത്ത ഒരു മീൻ കറി, തക്കാളി മീൻ കറിയാണിത്. അപ്പോൾ അതൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ഒഴിക്കേണ്ടത്? നമുക്ക് വെള്ളം ഒഴിക്കാം. ഒരു തരി വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി നന്നായി ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ വീണ്ടും മിക്സാക്കി. ഇനി നേരത്തെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനെന്താ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ പുളിയൊന്ന് കളഞ്ഞിട്ട് അതിൻ്റെ നീര് നമ്മളതിലേക്ക് ഒഴിക്കുകയാണ്. പുളി നമുക്ക് അറിയാലോ, നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പാകത്തിനനുസരിച്ച് നമ്മൾ പുളിയും കാര്യങ്ങളും നോക്കി അതൊഴിക്കുക. എന്താ പുളി ഒഴിച്ചു. ഇനി ഞാൻ വീണ്ടും ഗ്യാസ് കത്തിക്കുകയാണ്. ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമ്മളിപ്പോൾ കലക്കി കൂട്ടി വെച്ചേക്കണ മീനിൻ്റെ കൂട്ടുക അടുപ്പത്തേക്ക് വെച്ചു. ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ തേങ്ങ, നമ്മൾ ചിരകി വെച്ചിരിക്കണ തേങ്ങ നമുക്കൊന്ന് അരപ്പ് റെഡിയാക്കണം. അതൊന്ന് വെറുതെ അരച്ചെടുക്കുക. അത് അരച്ചതിന് ശേഷം നമ്മുടെ മീൻ കറി ഇവിടെ കിടന്ന് തിളയ്ക്കണു. അത് തിളച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തേങ്ങ ചിരകിയത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേറെ ഒന്നുമില്ല, ആ തേങ്ങ അരച്ച് വെച്ചത് നമുക്ക് നമ്മുടെ മീൻ കറിയിലേക്ക് ഒന്ന് ചേർക്കാം. അതിലേക്ക് ഒഴിക്കുകയാണ്. അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കണം, ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ കുറേ അധികം കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ ആവശ്യത്തിന് എന്താ വെച്ചാൽ മക്കളൊക്കെ പഠിക്കാൻ പോകില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മാത്രമാണ് വീട്ടിലുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചുള്ള കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ മീൻ കറി ഞാൻ തിളച്ചത് അത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഒന്ന് കാച്ചണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ ചെറുള്ളി എല്ലാം എടുക്കാറ്. കണ്ട, മീൻ കറി നന്നായി തിളച്ചു. ഞാൻ ചെറുള്ളി എടുക്കാറില്ല, ഞാൻ സവാള ചെറിയ കഷ്ണമാക്കിയിട്ടാണ് എടുക്കാറ്. നിങ്ങൾ ചെറുള്ളിയാവും എടുക്കാറ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ എൻ്റെ കുറച്ചൊന്ന് ഉള്ളി ഒന്ന് കരിഞ്ഞു പോയിട്ടോ. ഞാൻ അതിൻ്റെ ഇടയിലൊന്നും അങ്ങോട്ട് നീങ്ങിയാറുണ്ട്. ഒന്ന് ഇതായുള്ളൂ. അതിൽ 2 കറിവേപ്പിലയും കൂടി ഇട്ടു. അത് കൂട്ടാൻ കാച്ചി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മീൻകറി, തക്കാളി മീൻകറി റെഡി. അപ്പോൾ ഞാനിനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. ടേസ്റ്റ് ഞാനൊന്ന് നോക്കുന്നുണ്ട്. ടേസ്റ്റ് കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് എല്ലാവിധ സപ്പോർട്ടും തരുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടാറ്റ, ബൈ ബൈ.